ഒരു സിനിമ കാണാൻ തുടങ്ങിയ ഈ ഒരു യാത്ര പിന്നെ അറിയാത്ത വഴികളിലൂടെ, ഇതുവരെ പോകാത്ത റോഡിലൂടെ, ലക്ഷ്യമില്ലാതെ കുറച്ച് ദൂരം അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇത് പുല്ലുവിളയുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ. ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ച സിനിമ ആ ഒരു ലൊക്കേഷനൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ അത്യാവശ്യം സ്ഥിരമായി വരുന്ന ഒരു തിയേറ്ററാണിത്. ഞങ്ങളുടെ കൂടെ ഇവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ, എൻ്റെ മാനേജറും അവളുടെ ഹസ്ബൻഡും. അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. സ്ലോ മോഷനിൽ നടക്കാൻ പറഞ്ഞതാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഡിസ്കസിങ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ കണ്ട സിനിമ, വിശ്വനാഥ് സൺസ്. സിനിമ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരോ പണ്ട് കാലം മുതൽ പറഞ്ഞുറപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ പോപ്കോൺ വേണം, കൊക്കോ കുടിക്കണം, ജ്യൂസ് കുടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പണ്ട് മുതലേ ഒരു സിസ്റ്റം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആരാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെന്ന്. നമ്മൾ പുറത്തുനിന്ന് 10 രൂപയുടെ പപ്സ് മേടിക്കുന്ന നമ്മൾ തിയേറ്ററിൽ 200 രൂപയായാലും നമ്മളത് മേടിക്കും. കാരണം സിനിമ കാണുമ്പം അത് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവർക്ക് നാണം വന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്ന്. അങ്ങനെ ഇതാണ് തിയേറ്റർ. ഞങ്ങൾ തിയേറ്ററിൽ കയറി. പോപ്കോൺ തിന്നുകൊണ്ട് മാത്രമേ നമ്മൾ സിനിമ കാണാൻ പാടുള്ളൂ എന്നൊരു മൈൻഡിലാണ് ഞങ്ങൾ എന്നും മേടിക്കും കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് സിനിമ കാണാറ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ശരിക്കും രാത്രി എപ്പോഴാണ് പുലരിയിലേക്ക് മാറിയതെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. തിരിച്ചു വരുമ്പം ഏകദേശം 2:30 മണിയോടടുത്തായിരുന്നു. വരുന്ന വഴിയിൽ ഒരു ചായക്കട കണ്ടു. ഇതാണ് ഞങ്ങൾ അറിയാത്ത വഴികളിലേക്കൂടെ പോയാലുള്ള ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യുന്ന വഴിയിൽ ഞങ്ങളൊരു ചെറിയ കട കണ്ടു, ഒരു ചേച്ചിയുടെ കട. ഒരു കട്ടൻ തരുമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് കയറിയതാണ് ഞങ്ങൾ. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ബുൾസയും ഓംലെറ്റൊക്കെ കഴിച്ച് ആ ചേച്ചിയെ മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചി ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം പറയുമ്പോൾ ചെയ്തു തരൂ ചേച്ചിയും ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തന്നത്. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്ന് മാത്രമാണ്. ചില യാത്രകൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് മാത്രമായി കൊണ്ടുപോകുന്നില്ല, പകരം ലൈഫിൽ ഓർത്ത് വെക്കാൻ ചില മനുഷ്യരെയും നല്ല ഓർമ്മകളും സമ്മാനിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകളും പങ്കിട്ട സന്തോഷങ്ങളും ചിരികളും, പിന്നെ ഞങ്ങളുടെ വിശപ്പിനെ മനസ്സിലാക്കി ഞങ്ങൾക്ക് ആ രാത്രി ഭക്ഷണം ഉണ്ടാക്കി തന്ന ആ ചേച്ചിയുടെ സ്നേഹവുമാണ് ഇന്നത്തെ ഈ രാത്രി കൂടുതൽ മനോഹരമാക്കിയത്. താങ്ക് യു.